ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ വൈറലാകൊണ്ടിരിക്കുന്ന ഷാലു ടീച്ചറെ കൂടി സോറി ഷാലു ടീച്ചറെ വീഡിയോസാണ് നമുക്ക് നോക്കാം. ഒരു മാതൃക അധ്യാപക എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന യൂട്യൂബിൽ നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. എന്റെ ഒരു ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത്. ഞാനൊരു വാർത്തയായിട്ടാണ്. അപ്പൊ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത്, ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചിനായിരിക്കും. അതുകൊണ്ട് ഞാൻ ക്ലിപ്പിംഗ്സ് ഒന്നും ഇടുന്നില്ല. അവരെനിക്ക് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു. ഞാൻ അങ്ങനെ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതോ ഒരു ലേഡി ടീച്ചർക്ക് എന്തോ ഒരു ഉപകാരം നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഇപ്പോൾ പിടി വിട്ടു പോവാണ്. എന്താ സംഭവം നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. അവരെന്നെ എന്റെ വൾഗാരിറ്റിയും എന്റെ ഡ്രസ്സും എന്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത്. അപ്പോൾ സാർ ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതോ ഒരു ലേഡി ടീച്ചറെ വീഡിയോ, അതായത് വാൾഗാരിറ്റി ഒക്കെ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ട് വായിച്ചാക്കിന്നാ പറയണത്. അപ്പോൾ ടീച്ചറെ ചാനലിൽ 2-3 വീഡിയോസ് ഞാൻ ഇതിന് കൂടെ ഇടേ, ഒന്ന് കേട്ടോക്കണേ, സോറി കണ്ടോക്കണേ. രണ്ടുപേരും കുളിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ആകെ ഒരു മറ്റേ ഇട്ടത്, അതിൻ്റെ മേലെ ഇത്രയും വൈറലായി. അപ്പോൾ ഫുൾ വീഡിയോ കുറേ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. പ്ലീസ് വാച്ച് മൈ യൂട്യൂബ് ചാനൽ ശ്രീലുമൈ ലൈവ്. ഇന്ന് രാത്രി 7:30 ഒരു ഓപ്പൺ ലൈവ് ഉണ്ട്. ലൈവ് എല്ലാ ചങ്കുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ഇന്ന് രാത്രി 7:30 ഉണ്ട്. ലൈവ് ശ്രീലുമൈ ലൈഫിൽ ലൈവ് ഉണ്ട്, ഓപ്പൺ ലൈവ് കാണാ. അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല. എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി. അടുത്തത് എന്താന്ന് വെച്ചാല്, അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ഒന്നും ചെയ്യണില്ല, പറയേ. അതായത് നിങ്ങളൊരു അധ്യാപികയല്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം. ഞാനും ഒരു 18 വയസ്സ് കഴിഞ്ഞ് പ്രതികരണശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട്. എനിക്കും 18 കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം 18 കഴിഞ്ഞവരാണല്ലോ. 18 കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം, എന്തും കാണിക്കാം, എന്തും പ്രവർത്തിക്കാം. ഇങ്ങനെ കൈയിടാം. ഒരു അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിടലിന് ഇവർക്കൊരു വിഷയമല്ല. മനസ്സിലായല്ലോ. അപ്പൊ ടീച്ചർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാം. സംഭവം ശരിയാണ്. നമ്മളെ കാര്യങ്ങള് 18 നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടായി കഴിഞ്ഞാൽ എന്തും ചെയ്യാന്നുള്ളൊരു പരിധിയൊക്കെ ഉണ്ട് ചെയ്യണേന്. അപ്പൊ ടീച്ചർ പറഞ്ഞത് 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് വീഡിയോ ഇടാം, ലൈവ് ഇടാന്നാണ് ടീച്ചർ പറഞ്ഞത്. പിന്നെ ടീച്ചർമാർ നിൽക്കുമ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇങ്ങനെ കയ്യേറണമെന്നും ചേച്ചി പറയുന്നുണ്ട്. നോക്കാം. ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും. ടീച്ചർ ചോദിക്കണ കാര്യമുണ്ട്, അവർക്കില്ലാത്ത പ്രശ്നം എന്താ നിങ്ങൾക്കും ഞങ്ങൾക്കും. ഇതിൽ ആരപ്പോ പ്രശ്നം, ആർക്കപ്പോ പ്രശ്നമോ? വെക്ക് ബാക്കി കാണാം. എന്തിനാ പ്രശ്നം? ഒരു പ്രശ്നമല്ല ചേച്ചി പറയും. നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം? ഒരു പ്രശ്നമല്ല പറയും. നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും ടീച്ചർ നടന്നു പോകുമ്പോ ആരോ കൊടുത്തത് അതാണ് ഇപ്പൊ പ്രശ്നമായത്. അപ്പൊ അവർക്കൊന്നും പ്രശ്നമില്ല, ടീച്ചർക്ക് എന്താ പ്രശ്നം? അതാണ് ടീച്ചർ ചോദിക്കണത്. ഇതിൽ ആർക്കാ പ്രശ്നം? വീണ്ടും ചോദിക്കണേ ആർക്കാ പ്രശ്നം? ബാക്കി ടീച്ചർ പറയും. ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ, പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ? എന്റെ അഭിപ്രായങ്ങൾ പറയാൻ. ടീച്ചർ നല്ലൊരു ചോദ്യം ചോദിക്കണം കേട്ടാ. പരസ്യമായിട്ട് ഇവർക്ക് ഉമ്മൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
അവർക്ക് അതിന് അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് എന്താ അവകാശം ഇല്ലാത്തത്? അപ്പൊ ടീച്ചർ യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടും. അതൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും വരണ്ട. ആ ടീച്ചർ അവകാശം, ആ ടീച്ചർ പറയും, ബാക്കി കേക്കട്ടെ. എനക്ക് വീഡിയോസ് ഇടാൻ എന്തേ? എനക്ക് നഗ്നത കാണിക്കാൻ എന്തേ? എന്താ ഇവിടെ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ടീച്ചർ കാണിച്ചു. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലാന്ന് ബാക്കി പറയും. ഒരു കുഴപ്പമില്ല. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തെ? നിങ്ങള് രാവിലെ കയറ്റി വിടുന്നേ, നിങ്ങള് ടിഫിനില് ചോറാക്കി കൊടുത്ത്. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ. ഞാനത് വാദിക്കാൻ വരുന്നില്ല. തന്നെ എനിക്കെതിരെ എന്നെ സ്ഥലം മാറ്റി എന്നെ ദ്രോഹിക്കുന്ന അധ്യാപകരെ മക്കൾ എങ്ങനെയാന്ന് അവരന്വേഷിച്ചു നോക്കണം. അവരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പസ് എന്താണെന്നും അവരന്വേഷിക്കണം. പിന്നെ നമുക്കങ്ങനെ വിമർശിക്കാനോ ആരെ അധിക്ഷേപിക്കാനോ അങ്ങനെ ആസ്വാദനമുള്ളവരെ വിമർശിക്കാനോ തടസ്സപ്പെടുത്താനൊന്നും ഇവിടെ നിയമമില്ല. 18 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാം. അങ്ങനെ ആരെ തടസ്സപ്പെടുത്താനോ വിമർശിക്കാനോ അവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ. മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൂര് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറാണ് ഈ വ്യക്തി, ഈ ലേഡി യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. അപ്പോൾ ഏതോ ആ സ്കൂളിലെ ഒരു സാറ് ബാത്റൂമിന്റെ ചെമരുമേ ടീച്ചറെ ലൈവ് ഇന്ന് രാത്രി 8 മണിക്ക് ഉണ്ടാവുമെന്ന് എഴുതി വെച്ച് അതിനെ തുടർന്നിട്ട് ടീച്ചർ കംപ്ലൈന്റ് കൊടുത്ത് ടീച്ചർ പോലീസ് ഇടപെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയെന്നും പറയണത് സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ സാറിനൊക്കെ സസ്പെൻഷനും കിട്ടി, ടീച്ചർക്ക് സ്ഥലമാറ്റം കിട്ടി അവിടെ നിന്ന് സ്കൂളിൽ നിന്ന്. അതൊക്കെ ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷനാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. ഇതെന്താ വെച്ചാൽ എനിക്കിതിൽ എന്താ പറയുന്നത് വെച്ചാൽ, കാരണം ടീച്ചർ ഒരു അധ്യാപികയാണ്. അപ്പോൾ നിങ്ങളെ കണ്ടിട്ടാണ് ഇപ്പോൾ പിള്ളേർ പഠിച്ച് വരുന്നത്, നിങ്ങളെ കണ്ടിട്ടാണ് റോൾ മോഡൽ ആക്കേണ്ടതല്ല. ഈ പിള്ളേർക്ക് ദോഷം ചെയ്യണ റോൾ മോഡലാണ് ഇത്. ഈ സമൂഹത്തിന് പറ്റിയ റോൾ മോഡലല്ല. അപ്പോൾ പറ്റുമെങ്കിൽ ടീച്ചർ ഈ പരിപാടി നിർത്ത്, അല്ലാതെ ടീച്ചർ വീഡിയോ ഇട്ട് മുന്നോട്ട് പോക്കോ. എന്താ പറയുക, എന്തായാലും ഇതൊരു നല്ലൊരു റോൾ മോഡലല്ല ടീച്ചർ ഇത്. അപ്പോൾ ടീച്ചറോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മറ്റുള്ള പൊതുജനങ്ങൾക്ക് എന്താ പറയുന്ന അഭിപ്രായങ്ങൾ അറിയില്ല, പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. നിങ്ങളുടെ അഭിപ്രായം എന്താ ചെയ്ത് രേഖപ്പെടുത്തുക കമന്റിൽ. അപ്പോൾ നമുക്ക് വീഡിയോ എന്നും പറയുന്ന പോലെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യും. വീഡിയോ വൈറലാവട്ടെ, ചാനൽ ഗ്രോ ആവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബൈ. Yeah.